സ്ത്രീകള് വീഡിയോ എടുക്കാം എവിഡൻസിന് വേണ്ടി എടുക്കാം, നല്ലതാണ്. പുരുഷന്മാരെടുത്ത സമ്മതിക്കും. പുരുഷന്മാർക്ക് എടുക്കല്ലോ. എവിഡൻസിന് വേണ്ടി രമേശ് അതിനെ കുറിച്ച് അഭിപ്രായം ഒരു പുരുഷനെ ഉൾപ്പെടുത്തി പ്രൈവസിനെ ബാധിച്ചതുകൊണ്ട് കേസ് കൊടുക്കും, സ്ത്രീ കൊണ്ട് കേസ് കൊടുക്കും, സ്ത്രീ കേസ് കൊടുക്കും. ഒരു പുരുഷൻ വീഡിയോ എടുത്ത സ്ത്രീ കൊണ്ട് കേസ് കൊടുക്കും. ആണെടുത്താലും പെണ്ണെടുത്താലും എവിഡൻസ് തന്നെയാണ്. അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പുരുഷനായിട്ടുള്ള ആയുധമാക്കി മാറ്റും, കേസ് കൊടുക്കും പുരുഷനെതിരെ. സ്ത്രീകൾക്ക് അനുകൂലമാണ്. അല്ല, ഇതിന്റെ കുഴപ്പമെന്നറിയോ, എവിഡൻസിന് വേണ്ടി ഇത് പലരും ദുരുപയോഗപ്പെടുത്തും. അതാണ് ഇതില് അശ്ലീലമായി എടുക്കാൻ പാടില്ല, അശ്ലീലമായി എടുക്കാൻ പാടില്ല, സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിന്റെ ഭാഗത്തേക്ക് എടുക്കാൻ പാടില്ല, അതുപോലെ ഒബ്സീൻ ആയിട്ട് കാണിക്കാൻ പാടില്ല. ആ രീതി പ്രൈവറ്റ് പാർട്ട് അല്ലല്ലോ എടുത്തത്, എടുത്തത് ഏത് അവയവമാണോ ഉപദ്രവിക്കാൻ വേണ്ടി ഇതില് വന്നിരിക്കുന്നത്, കൈയാണ് ഇതിൽ കണ്ടത്, ടച്ച് ചെയ്താണ്. അപ്പൊ പല രീതിയിലാണ് കൈ ടച്ചില് മെൻസ്ട്രി ഉണ്ടോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ തീരുമാനിക്കും. കാണും ഈ വീഡിയോ കാണുമ്പോ സ്ലോ മോഷനിൽ പോകുന്ന സമയത്ത് ടച്ച് ചെയ്യാൻ ഒരു ശ്രമം നടന്നു തോന്നും, പക്ഷെ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. സാർ, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് ആ കുട്ടിയുടെ മൈക്രോ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫേസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വാണ്ടഡ്ലി എനിക്ക് കണ്ടന്റ് കിട്ടി കഴിഞ്ഞു, ഞാനിത് അവസാനിപ്പിക്കണം. ആ കണ്ണിൽ കാണാൻ, ആ തിളക്കം ആ കണ്ണിൽ കാണാൻ പറ്റും. കറക്റ്റ് ആണ്. പക്ഷെ എന്ത് കണ്ടന്റ് ആണ് കിട്ടിയത്? ആ കുട്ടിക്ക് വേണ്ട വേണ്ട കണ്ടന്റ് അല്ല, എന്ത് കണ്ടന്റ് കിട്ടി? അതുകൊണ്ട് മാത്രം ആ കുട്ടിയെ കണ്ണിൽ ചോദ്യം കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. പെൺകുട്ടി ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു, അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. സന്തോഷമാണ്. എനിക്ക് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ബിഹേവിയറൽ സയൻസിൽ ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇത് സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം, അല്ല ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് ഇതേ കണ്ടന്റ് കിട്ടിയത്. എന്തോ ഷിംജിതയ്ക്ക് കിട്ടിയ കണ്ടന്റ് ഇത് തന്നെയല്ലേ ഇപ്പം? കാര്യം പറഞ്ഞത്, ഷിംജിതയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ ഞാൻ ന്യായീകരിക്കുന്ന അവരുടെ ആക്ഷൻ, ഞാൻ ന്യായീകരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിംജിത ചെയ്തത് തന്നെ കാര്യമാണെന്നേ പറഞ്ഞുള്ളൂ. ഒരു വ്യത്യാസം. 25 ബ്ലോഗേഴ്സിനെ എടുത്ത് നോക്കുമ്പോ അവളെ കൊല്ലണം, അവളെ അങ്ങനെ ചെയ്യണം, അവൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. Who are you to say that? നിങ്ങൾക്ക് ആരാണ് ഇതൊക്കെ പറയാൻ വേണ്ടി? നിങ്ങൾക്ക് ആരാണ് റൈറ്റ് ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നേക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ, ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്കൊക്കെ ആരാണ് ഇത് പറയാനുള്ള റൈറ്റ് തന്നേക്കുന്നത്? ഒരാൾ ചാവണം, അവൻ കൊന്നു, അവൻ ചത്തോണ്ട് നീയും ചാവും. അവള് ശരിയല്ല, അവള് അങ്ങനെ